السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. സൂറത്തുൽ കാഫിറൂനിലെ ആദ്യത്തെ 3 ആയത്തിന്റെ ലളിതമായ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിയത്. ഇന്നതിന്റെ തുടർഭാഗവുമാണ് ചർച്ച ചെയ്യുന്നത്. സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നം അലാ ഖാതിമതിഹാ ഫഇന്നഹാ ബറാഅത്തു മിനശ് ശിർകി. നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതുക, എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ഉറങ്ങുക. തീർച്ചയായും അത് ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള ഷിർക്കിൽ നിന്നുള്ള മോചനം നേടിത്തരുന്ന സൂറത്താണ്. ഈ അധ്യായത്തിലെ 4, 5, 6 ആയത്തുകളെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. 4-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ അന ആബിദും മാ അബദ്തും. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. 5-ാമത്തെ ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഒരുപക്ഷെ ഈ 2 ആയത്തുകൾ ആവർത്തിച്ചു വന്നതായി നമുക്ക് തോന്നാമെങ്കിലും എന്നാൽ ഇത് ആവർത്തിച്ചു വന്ന ആയത്തുകളല്ല. ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് 4-ാമത്തെയും 5-ാമത്തെയും ആയത്തുകൾ ഭാവി കാലത്ത് അഥവാ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുമ്പോൾ 2-ാമത്തെയും 3-ാമത്തെയും ആയത്തുകൾ പ്രസന്റ് അഥവാ വർത്തമാന കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നാം മനസ്സിലാക്കിയ 4-ാമത്തെയും 5-ാമത്തെയും ആയത്തുകളിലൂടെ നബിയോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ മാത്രമല്ല, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല, നിങ്ങൾ സത്യവിശ്വാസികളാകാൻ പോകുന്നുമില്ല എന്നതാണ്, എന്ന പ്രഖ്യാപനം. 2-ാമത്തെ ആവർത്തനം ആരാധനയുടെ രീതിയെയാണ് കാണിക്കുന്നത്. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന രീതിയിലല്ല, ഷിർക്കോടെയല്ല ഞാൻ ആരാധിക്കുന്നത് എന്ന ആരാധനയുടെ രീതിയെ മനസ്സിലാക്കി തരാനാണ് ഈ ആവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യായത്തിലെ ഒടുവിലത്തെ ആയത്താണ് ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഈ ആയത്ത് തൗഹീദിൽ വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ്. അഥവാ സത്യവും അസത്യവും തമ്മിൽ ഒരിക്കലും കൂടിച്ചേരില്ല. നിങ്ങൾ അസത്യത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിന്റെ പ്രതിഫലം എനിക്കും ലഭിക്കും. ഇസ്ലാം ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തെ അനുകൂലിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ വഴി തെരഞ്ഞെടുക്കാം, അവരവർക്ക് മതം ഏതുമാകാം. പക്ഷേ അന്തിമ വിജയം സത്യത്തിനാണ്. പരിശുദ്ധമായ സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറത്ത് മക്കയിലാണ് ഇറങ്ങിയത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 1 വർഷം ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണമെന്നും അടുത്തൊരു വർഷം ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാമെന്നും ഒരു കോംപ്രമൈസ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. എന്നാൽ വിശ്വാസകാര്യങ്ങളിൽ, ഈമാനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലെന്ന വലിയ സന്ദേശവും പാഠവുമാണ് ഈ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരേ സമൂഹത്തിൽ ജീവിക്കുമ്പോഴും സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാനുമുള്ള മാന്യത കൂടി ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നും നാം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ ഓരോ തവണയും അള്ളാഹുവിനോട് നാം ആ ഒരു ഉറപ്പാണ്, ആ ഒരു കരാറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ഈ സൂറത്ത് അവസാനിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, എൻ്റെ മതം എനിക്ക്, നിങ്ങളുടെ മതം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
ഇത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് തന്റെ വിശ്വാസത്തിലുള്ള അഭിമാനവും ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. ഈ സൂറത്ത് നാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഈ സൂറത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം വിശ്വാസത്തിലുള്ള വിട്ടുവീഴ്ചയില്ലായ്മയാണ്. മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുന്നോട്ട് വെച്ച വിട്ടുവീഴ്ച ഫോർമുലയെ അള്ളാഹു ഈ ആയത്തിലൂടെ പാടെ തള്ളിക്കളയുകയാണ്. ഈ സൂറത്തിലൂടെ സത്യവും അസത്യവും വേർതിരിയുന്നു. എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് സത്യം അസത്യത്തിൽ നിന്ന് പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടു എന്ന പ്രഖ്യാപനമാണ്. നാം അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവൻ കൽപ്പിച്ച രീതിയിലായിരിക്കണം. അത് മറ്റുള്ളവരുടെ ആരാധനാ രീതികളുമായി കൂട്ടിക്കലർത്താൻ പാടുള്ളതല്ല. ഷിർക്കിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും ഒരു സത്യവിശ്വാസി മാനസികമായും പ്രായോഗികമായും വിട്ടുനിൽക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സൂറത്ത് വെറുമൊരു മറുപടിയല്ല, മറിച്ച് മുസ്ലിമിന് തന്റെ ആദർശത്തിലുള്ള അഭിമാനമാണ്. ലോകം മുഴുവനും എതിർത്താലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമെന്ന ഉറച്ച തീരുമാനമാണ് ഈ 3 ആയത്തുകളുടെയും ആകെ തുക, അതിന്റെ അന്തസത്ത. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് നാം പറയുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്കോ താൽക്കാലികമായ വിട്ടുവീഴ്ചകൾക്കോ വേണ്ടി സ്വന്തം ആദർശത്തെ പണയപ്പെടുത്താൻ ഒരു മുസ്ലിമിനും സാധ്യമല്ല എന്ന വലിയ പ്രഖ്യാപനം കൂടിയാണ് നാം നടത്തുന്നത്. ഈ സൂറത്തിലൂടെ നാം ജീവിതത്തിൽ പകർത്തേണ്ട പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിലും ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും നാം പാറ പോലെ ഉറച്ചു നിൽക്കണം. ഷിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും നിഴൽ പോലും ഏൽക്കാത്ത ശുദ്ധമായ തൗഹീദിലായിരിക്കണം നമ്മുടെ ജീവിതം. അവസാനമായി അള്ളാഹുവിനോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: അള്ളാഹുവെ, ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തൗഹീദിൽ ഉറച്ചു നിൽക്കാനും ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമുഹു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയ തെറ്റുകൾക്ക് നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഈ ചെറിയ ഇൽമിനെ സ്വീകരിക്കട്ടെ.